പ്രിയമുള്ളവരെ, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര മസ്കറ്റിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ലാത്ത ഫഞ്ച ഹെറിറ്റേജ് ഹൗസിലേക്കാണ്. മുൻപൊരിക്കൽ ഈ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഈദ് അവധിക്ക് പോയ സമയത്ത് അവിടെ ചെറിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. മുൻപ് പോയ സമയത്ത് ഞങ്ങൾ അഡൽട്ടിന് 500 പൈസയും കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കുട്ടികൾക്കും, അതായത് 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും അഡൽറ്റിനൊക്കെ 1 റിയാൽ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ യാത്ര പ്രിയ സുഹൃത്ത് ഹനീഫ് മാഷും ഫാമിലിയുടെയും കൂടെയായിരുന്നു. പിന്നെ നമ്മൾ പരിചയമുള്ള ഒരുപാട് പേരെ അവിടെ കാണുകയും ചെയ്തു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത് ഈ കാണുന്ന പ്രകൃതി സുന്ദരമായ ദൃശ്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ മേയാൻ വരുന്ന ആട്ടിൻകൂട്ടങ്ങളും പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും തണൽ വിരിക്കുന്ന മരക്കാഴ്ചകളൊക്കെ നമ്മളെ നാട്ടിൻപുറങ്ങളിലെ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മലയാളത്തിൽ വി മുസാഫർ അഹമ്മദിൻ്റെ മരുമരങ്ങൾ എന്ന ഒരു നോവലുണ്ട്. മരുഭൂമിയിലൂടെ പച്ചപ്പിനെ തേടി പോകുന്ന യാത്രക്കാരനാണ് ഈ നോവലിലെ പ്രമേയം. ചിലപ്പോൾ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലും നാടിനെ കാണാനും അനുഭവിക്കാനും ഇവിടേക്ക് വരുന്ന ഓരോരുത്തരെയും ഈ യാത്രക്കാരനെ പോലെ തോന്നിയിട്ടുണ്ട്. പ്രകൃതി മാത്രമല്ല, ചരിത്രം പറയുന്ന എക്സിബിഷൻ കൗണ്ടേഴ്സ്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയ പ്ലേ സോൺസ് എല്ലാം ഇവിടെ ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വാക്ക്വേക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഇത് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് നമ്മുടെ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന കാഴ്ചകളിലേക്കാണ്. മലകളും കുന്നുകളും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പച്ചപ്പുൽമേടുകളും അവിടവിടങ്ങളിലായി കാണുന്ന വെള്ളക്കെട്ടുകളും നമ്മുടെ കാഴ്ചകളെ തണുപ്പിക്കും. അതുകൊണ്ട് ഈ ഫഞ്ച ഹെറിറ്റേജും ഒരു ഹെറിറ്റേജ് മാത്രമല്ല, മറിച്ച് ഒരു പ്രകൃതിയിലേക്കുള്ള കാഴ്ചകൾ കൂടിയാണ്.